ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയുണ്ടായ CPM അക്രമത്തിൽ പോലീസിന്റെ പ്രതികാര നടപടി. പ്രതിഷേധം സംഘടിപ്പിച്ച 50ഓളം ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുമേഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കണ്ണൂർ കല്യാശ്ശേരിയിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം CPMന്റെ ഭാഗത്തു നിന്നും വലിയ അതിക്രമങ്ങളാണ് അരങ്ങേറിയത്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം അനൗൺസ്മെന്റ് വാഹനവും അതോടൊപ്പം തന്നെ അനൗൺസ്മെന്റ് വാഹനം തല്ലിത്തകർക്കുകയും BJP പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഇന്നലെ BJP പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് പ്രതികാര നടപടിയുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രകടനത്തിൽ പങ്കെടുത്ത 50ലധികം പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ ഈ കണ്ണപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുമേഷ്, അതോടൊപ്പം തന്നെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി അർജുൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം BJP പ്രവർത്തകരെ ആക്രമിച്ച CPM പ്രവർത്തകരെ പിടികൂടാൻ നിലവിൽ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നിലവിലും BJP ഉയർത്തുന്നത്. കാരണം ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് വലിയ സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു മേഖലയിൽ സംഘർഷ ഭൂമിയാക്കി മാറ്റിയതായി BJP ആരോപിക്കുന്നു. അതിന്റെ ഭാഗമായിരുന്നു ഒരു ആസൂത്രിതമായ ഒരു ആക്രമണമാണ് അന്ന് BJP പ്രവർത്തകനെതിരെ ഉണ്ടായതായും BJP ആരോപിക്കുന്നു. എന്തായാലും 50ലധികം പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ശരി, KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.